വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7, 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്റെ വാക്ക് കേട്ടു മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചന ശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. മനസ്സാണ് വിശുദ്ധിയും അശുദ്ധിയും വിരിയിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ കൂടെ പിൻബലമുള്ള ചില യാഥാർത്ഥ്യങ്ങളെ പറ്റി സംസാരിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അവന്റെ അടുത്ത് വന്നുകൂടിയ ജനക്കൂട്ടത്തോട് അവൻ സംസാരിച്ചു. പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ വസ്തുവിനെ നിങ്ങളെ ഒരിക്കലും ശുദ്ധിയുള്ളവനോ അശുദ്ധനാക്കാനോ ഉള്ള കഴിവില്ല. വ്യക്തികളിൽ ഉണ്ടാകുന്ന ശുദ്ധിയും അശുദ്ധിയും ആ വ്യക്തിയുടെ മനസ്സിൽ രൂപം കൊള്ളുന്നതാണ്. ബാഹ്യമായിട്ട് മനുഷ്യന്റെ ആമാശയത്തിൽ പ്രവേശിക്കുന്ന ഒന്നിനും മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതിനോ അശുദ്ധീകരിക്കുന്നതിനോ സാധ്യമല്ല. ഇവിടെ അനുവാചകർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു വിശുദ്ധിയും അശുദ്ധിയും സംസാരിക്കുമ്പോൾ തീർത്തും ധാർമ്മികമായിട്ടുള്ള ഒരു തലത്തിലാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ ജനങ്ങൾ, അത് തെറ്റിദ്ധാരണാജനകമായ രീതിയിലും ഈ പദങ്ങൾ ഉപയോഗിക്കാൻ ഇടവരുന്നത് കൊണ്ട് സാധാരണ മനുഷ്യര് വിശുദ്ധിയും അശുദ്ധിയും തെറ്റിദ്ധരിക്കപ്പെടാനും ഭൗതിക തലത്തിലുള്ള കാര്യങ്ങള് ധാർമ്മികതയായിട്ട് കൂട്ടിച്ചേർക്കാനും ഇടവരുന്നു എന്നുള്ളതാണ് സത്യം. യേശു ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം എന്തു തന്നെയായാലും അത് ആ വ്യക്തിയുടെ ശുദ്ധിയോ അശുദ്ധിയോ തീരുമാനിക്കാൻ പോരുന്നതല്ല എന്നും ആ ഭക്ഷണം ആ വ്യക്തിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ ബാധിക്കാവുന്ന വസ്തുത മാത്രമാണെന്നും കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അത് വിസർജിക്കപ്പെടുന്നുവെന്നും അങ്ങനെ വിസർജിക്കപ്പെടാൻ ഇടവരുന്നവ മനുഷ്യനെ ഒരു തരത്തിലും ധാർമ്മികമായിട്ട് മനുഷ്യന്റെ മേൽ അധികാരം ചെലുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് യേശുക്രിസ്തു ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ധാർമ്മിക തലത്തിൽ മനുഷ്യനെ സ്വാധീനിക്കാൻ ഇടവരുന്ന മനോഭാവങ്ങളാണ്. മനസ്സിൽ അസന്മാർഗികതയും അസന്തുഷ്ടിയും അസമാധാനവും വക്രതയും കുടിലതയും നിലകൊള്ളുന്നു എന്ന് വരികിൽ ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അതിനനുസൃതമായി തീരും. അങ്ങനെ മനുഷ്യൻ
ദൈവത്തിലേക്ക്, ശുദ്ധിയിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കാൻ ഇടവരുന്നു. എന്നാൽ മനുഷ്യന്റെ മനസ്സിൽ നൈർമല്യത്തോടുകൂടെ സത്യസന്ധമായി സുതാര്യമായിട്ടുള്ള സന്മനസ്സിന്റെ ഭാവമാണ് ആ മനുഷ്യനിൽ അവൻ പുലർത്തുന്നത് എന്ന് വരികിൽ ആ മനുഷ്യൻ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാൻ ഇടവരുന്നു. ബാഹ്യമായിട്ടുള്ള ക്ഷാളന പ്രക്രിയകളോ കൈ കഴുകലോ ഭക്ഷണപാനീയങ്ങളോ ഒരു വ്യക്തിയുടെ ശുദ്ധിയോ അശുദ്ധിയോ നിയന്ത്രിക്കുന്നതിന് ഉപകാരപ്രദമല്ല. അവ മനുഷ്യന്റെ ബാഹ്യമായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അതിന് സ്വാധീനം ചെലുത്താനുള്ളൂ. ആന്തരികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനാണ്, മനോഭാവത്തിനാണ്. അത് നൈർമല്യമായിട്ട് കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് യേശു ഇവിടെ.